نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ള ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. ഗൗരവപൂർവ്വം വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന സ്വർഗീയ ലോകത്തിന്റെ അവകാശികളായിത്തീരുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും നമുക്ക് നഷ്ടമാകാതെ നമ്മുടെ മനസ്സിൽ സമാധാനം നിലനിർത്തുവാൻ ആവശ്യമായതെല്ലാം ഈ ഭൗതികമായ ജീവിതത്തിൽ നാം ചെയ്തു വെക്കാറുണ്ട്. സാമ്പത്തികമായ പരാധീനതകളിൽ പെടുമ്പോൾ അതിൽ നിന്ന് കരകയറാൻ വേണ്ടത് ചെയ്യുന്നു. തനിക്കോ കുടുംബത്തിലെ ആളുകൾക്കോ രോഗമോ മറ്റു പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ നാം വേദനിക്കുന്നു. അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനും ചികിത്സിക്കുവാനും അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് അവർക്ക് മോചനം നൽകുവാനും ആവുന്നത്ര ചികിത്സിക്കുവാനും ധനസഹായം ചെയ്യുവാനും ഒക്കെ നാം എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. അനാവശ്യമായ സംഗതി തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വിശ്വാസികൾ ഒരേ ശരീരം പോലെയാണ്. അതിന്റെ ഒരു ഭാഗത്തിന് വല്ല കേടും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതര ഭാഗങ്ങൾ അതിനോട് കൂറ് പുലർത്തുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ കുടുംബത്തിലെയും ബന്ധപ്പെട്ടവരുടെയും ഒക്കെ രോഗങ്ങളും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ തീർക്കുവാൻ ആവശ്യമായത് ചെയ്യലും ആ കാര്യത്തിൽ വേദനയുണ്ടാകലും സങ്കടമുണ്ടാകലും ഒക്കെ സ്വാഭാവികവും പുണ്യകർമ്മവും കൂടിയാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇത് ഈ ഒരു ബാധ്യത, ഈ ഒരു സ്നേഹം, ഈ ഒരു സങ്കടം, ഈ ഒരു സ്വസ്ഥതയില്ലായ്മ ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം നാം ഒതുക്കി നിർത്തുകയാണോ? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന രോഗവും ദാരിദ്ര്യവും നമ്മെ വേദനിപ്പിക്കുന്നു, സങ്കടപ്പെടുത്തുന്നു. അതേ അവസരത്തിൽ അവരിൽ കാണുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ധാർമ്മിക നിലവാര തകർച്ചകളും അശ്ലീലതകളും തോന്നിവാസങ്ങളും നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നു.
ഇതൊരിക്കലും ഒരു സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. ഭൗതികമായ കാര്യങ്ങളിലെത്തുമ്പോൾ മാത്രം മനസ്സ് വേദനിക്കുകയും അതിന്റെ നിവാരണത്തിന് വേണ്ടി ആവുന്നതെല്ലാം ചെയ്യുകയും ചെയ്യുന്ന നമ്മൾ നമ്മുടെ ബന്ധപ്പെട്ടവരുടെയും നമ്മോട് ബന്ധമുള്ളവരുടെയും അടുത്തവരുടെയും ഒക്കെ ആദർശരംഗത്തുള്ള വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും അതുപോലെ തന്നെ അവരിൽ കാണുന്ന ധാർമ്മിക തകർച്ചകളും കാണുമ്പോൾ മനസ്സ് വേദനിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് സത്യവിശ്വാസമില്ലായ്മയുടെ ലക്ഷണമായിട്ടാണ് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ശക്തമായ ബോധവൽക്കരണമാണ് ഇന്ന് സമൂഹത്തിൽ ആവശ്യം. എല്ലായിടത്തും നിലവാരം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അന്ധവിശ്വാസങ്ങളിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അനാചാരങ്ങളുടെ വക്താക്കൾ, തോന്നിവാസങ്ങളുടെ വക്താക്കൾ മുസ്ലിം സമുദായം ആ പട്ടികയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന ഒരു പെൺവാണിഭത്തിൽ വേശ്യാവൃത്തിക്ക് വേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ള ശക്തമായ ഗൂഢാലോചനയുടെ കേന്ദ്രമൊരുക്കി അതിനുവേണ്ടി പ്രവർത്തിച്ചവരിൽ മുസ്ലിം ചെറുപ്പക്കാരായിരുന്നു എന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ നാം വായിക്കാത്തവരായി ആരും ഉണ്ടാവുകയില്ല. കൃത്യം നിർവഹിച്ചു തോന്നിവാസങ്ങൾക്ക് നേതൃത്വം നൽകി വിദഗ്ധമായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് കയറി രക്ഷപ്പെട്ടുവെങ്കിലും നാട്ടിലേക്ക് എത്തി അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന് നമ്മൾ വായിച്ചു. നല്ല ചെറുപ്പക്കാർ, മാപ്പിളമാർ, നല്ല മുസ്ലിം യുവാക്കൾ. അതുപോലെ തന്നെ ഏത് ജില്ല എന്ന് ഞാൻ പറയുന്നില്ല, എവിടെയോ ആകട്ടെ, നാട്ടിൽ തൊഴിലിന് വേണ്ടി വന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ഒരു ബംഗാളി ചെറുപ്പക്കാരന്റെ കൂടെ ഭാര്യയും മക്കളുമുള്ള ഒരാളുടെ യുവാവിന്റെ കൂടെ 13-കാരിയായ തട്ടമിട്ട മുസ്ലിം പെൺകുട്ടിയാണ് മാസങ്ങളോളമായിട്ട് ഇറങ്ങിപ്പോയിരിക്കുന്നത്. രക്ഷിതാക്കൾക്ക് ഒരു വിവരവുമില്ല. എവിടെ പോയി ഞങ്ങളുടെ മകളെന്നറിയില്ല. സ്പെഷ്യൽ ക്ലാസിന്റെ പേര് പറഞ്ഞുകൊണ്ട്, കമ്പ്യൂട്ടർ പഠനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ വിവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വീടുകളിൽ നിന്ന് വിട്ടിറങ്ങുന്ന പെൺകുട്ടികളും ആൺകുട്ടികളുമൊന്നും സമയത്ത് തിരിച്ചെത്താതെ ഏതോ അധോലോകങ്ങളുടെ പിടിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. എവിടെയാണ് പിഴച്ചത്? ആർക്കാണ് പിഴച്ചത്? സഹോദരങ്ങളെ, ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു പറഞ്ഞ ഒരു വാക്ക്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളണം, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തുരക്ഷിക്കണേ. ആ നരകാഗ്നിയിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുകളുമാണ്. അല്ലാഹു തആല വളരെ കൃത്യമായി രേഖപ്പെടുത്തി. ഇസ്ലാമികമായ സന്മാർഗത്തിന്റെ പ്രബോധനത്തിന് വേണ്ടി നിയുക്തനായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു തആല ആദ്യം തന്നെ പറഞ്ഞത്, വഅൻദിർ അശീറതകൽ അഖറബീൻ. നബിയെ, താങ്കളുടെ ഏറ്റവും അടുത്തവരിലേക്ക് താക്കീത് നൽകുക, താങ്കളുടെ ഏറ്റവും അടുത്ത കുടുംബങ്ങളിലേക്ക് മുന്നറിയിപ്പ് നൽകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർവഹിച്ചു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹുവിൽ നിന്ന് ഹുദ കിട്ടിയപ്പോൾ, നുബുവത്ത് കിട്ടിയപ്പോൾ, ആ മാർഗദർശനത്തിന് വേണ്ടി ആദ്യം തെരഞ്ഞെടുത്തത് സ്വന്തം ഭവനമായിരുന്നു. യാ അബതി യാ അബതി യാ അബതി യാ അബതി. 4 ആയത്തുകളിലൂടെ അല്ലാഹു പൊന്നു പിതാവേ, പൊന്നു പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ശക്തമായ ബോധവൽക്കരണത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ഈ 3 ചെറുപ്പക്കാർ സെക്സ് റാക്കറ്റിന്റെ നേതൃത്വം കൊടുത്ത ഈ ആളുകളെ പിടിക്കപ്പെട്ട വാർത്ത വായിച്ചപ്പോൾ പലരും കമന്റ് പാസാക്കിയതായി കണ്ടു. എന്താണ് ഇവിടെ മുസ്ലിം സംഘടനകൾക്കൊക്കെ തൊഴിലെന്ന്? മുസ്ലിം സംഘടനകൾക്ക് തമ്മിൽ തല്ലാനല്ലാതെ ചെറുപ്പക്കാരെ നന്നാക്കാൻ നേരമുണ്ടോ എന്ന് ആരോ കമന്റ് ചെയ്തതായി കണ്ടു, ആരോ അഭിപ്രായം പാസാക്കിയതായി കണ്ടു. കുറ്റപ്പെടുത്താൻ എളുപ്പമുണ്ട്. ഏത് സംഘടനകളാണ് ഈ സമുദായത്തിന്റെ ബോധവൽക്കരണം നടത്താത്തത്? ആരാണ് ഇവിടെ ഈ സമൂഹത്തോട് ഇതിന്റെ അധാർമികമായ വശങ്ങളെ സംബന്ധിച്ച് പറയാത്തത്? പക്ഷേ കുറ്റപ്പെടുത്താൻ എല്ലാവർക്കും എളുപ്പമാണ്. ഈ കുറ്റപ്പെടുത്തുന്നവർ അവർ മനസ്സിലാക്കാതെ പോകുന്നു, അവരുടെ മക്കളെ ലോകത്ത് ഇന്നും കെട്ടണഞ്ഞു പോയിട്ടില്ലാത്ത പ്രകാശത്തിന്റെ ധാരകൾ
എത്തിക്കാൻ അവർ എത്രമാത്രം ശ്രമിക്കുന്നുണ്ട്. സംഘടനകളെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്, എല്ലാവർക്കും മറ്റുള്ളവരുടെ മേൽ പഴിചാരാൻ എളുപ്പമാണ്. പക്ഷേ ധാർമ്മികമായ ബോധവൽക്കരണം നടത്തുന്ന വേദികളിലേക്ക്, അതിന്റെ ക്ലാസുകളിലേക്ക് ചെറുപ്പക്കാരെ, അതല്ലെങ്കിൽ ടീനേജ് പ്രായത്തിലുള്ള ആളുകളെ അത്തരത്തിലുള്ള ബോധവൽക്കരണം നടത്തുന്ന മതപഠന സ്ഥാപനങ്ങളിലേക്ക് ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും അയക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ, എന്റെ മകന് അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് പിൻവലിയുന്ന രക്ഷിതാക്കളാണ് ഈ പറയുന്നത്. സംഘടനകൾക്ക് ഇവിടെ തമ്മിൽ തല്ലാനല്ലാതെ സമുദായത്തെ നേരാക്കാൻ നേരിട്ടോ? ആലോചിക്കണം. നമ്മൾ ഓരോരുത്തരും അവരവരുടെ ബാധ്യതകൾ നിർവഹിക്കാതെ പോവുകയാണ്. ബാധ്യതകൾ നിർവഹിക്കുന്നിടത്ത് വീഴ്ച വരുത്തുകയാണ്. ഏത് രാജ്യത്ത് എവിടെ നടന്നാലും ആ രൂപത്തിലുള്ള കാര്യങ്ങളിൽ ഓരോരുത്തരാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ മറ്റുള്ളവരെ പഴിചാരുന്നതിന്റെ മുമ്പ് വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണേ. ശക്തമായ ബോധവൽക്കരണം നടക്കണം, വീടുകളിൽ നടക്കണം, മക്കളിൽ നടക്കണം. നിർബന്ധമാണത്. ആ അറിവ് പകർന്നു കൊടുത്തേ പറ്റൂ, ആ അറിവ് പകർന്നു കൊടുത്തേ പറ്റൂ. ബോധവൽക്കരണം ദിനേന നടന്നാലല്ലാതെ രക്ഷയില്ല. നിങ്ങൾക്ക് ഈ ശബ്ദം ശ്രമിക്കുന്ന ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? എന്റെ മകന്റെ ഒരു ടീനേജ് പ്രായത്തിൽ ഒരു മകനുണ്ട്, എനിക്ക് ബോധവൽക്കരണത്തിന് നിങ്ങൾക്ക് വല്ല അവസരവും ഉണ്ടോ? ഉണ്ട്, ഉണ്ട്. ഉത്തരവാദിത്ത ബോധത്തോടെ നിങ്ങൾ അറിയിക്കുന്നു, ഉണ്ട്. നിങ്ങളുടെ ടീനേജ് പ്രായത്തിലുള്ള മക്കൾ വഴിതെറ്റാതെ അവർക്ക് ശക്തമായ ബോധവൽക്കരണം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട്, ഇവിടെയുണ്ട്. നിങ്ങൾ ബന്ധപ്പെടുക, നമ്മൾ മനസ്സിലാക്കണം. എവിടെയാണ് ബോധവൽക്കരണം മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം. അല്ലാഹു ആരെന്ന് പരിചയപ്പെടുത്തണം, പരലോകത്തെ കുറിച്ചുള്ള ബോധം പഠിപ്പിക്കണം, മലക്കുകളിലുള്ള വിശ്വാസം, പ്രവാചകന്മാരിലുള്ള വിശ്വാസം, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലുമുള്ള കൃത്യമായ വിശ്വാസം ഒരു സമൂഹത്തിന് പകർന്നു കൊടുക്കണം. ഈമാൻ എന്താണ്, ഇസ്ലാം എന്താണ്, ഷഹാദത്തും സ്വലാത്തും സകാത്തും സൗമും ഹജ്ജും, പ്രാഥമികമായി ഇവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ശക്തമായ ബോധവൽക്കരണം ഉണ്ടാകണം. വളരെ മോശപ്പെട്ട കൂട്ടുകെട്ടുകളിലാണ് നമ്മുടെ മക്കൾ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ കിട്ടുന്ന ഏതാനും മണിക്കൂറുകളേക്കാൾ ധാരാളക്കണക്കിന് മണിക്കൂറുകൾ തോന്നിവാസികളുടെ കൂടെയാണ് നമ്മുടെ മക്കളുള്ളതെന്ന് നമ്മൾ ചിന്തിക്കണം. അതെവിടെയാണെങ്കിലും അതിനുള്ള പരിഹാരങ്ങൾ കണ്ടേ പറ്റൂ. എല്ലാത്തിനും ഫലമുണ്ടായിക്കൊള്ളണമെന്നൊന്നും ഈ പറയുന്നതിന് അഭിപ്രായമില്ല. ശക്തമായ ബോധവൽക്കരണം കൊടുത്താലും ചിലപ്പോ ഫലമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ ബാധ്യത നിർവഹിക്കണം. നമ്മൾ പലരെയും ചികിത്സിക്കാറില്ലേ? അയാൾ മരിച്ചു പോകാറില്ലേ? നമ്മൾ ചികിത്സ നിർത്താറുണ്ട്. എന്ത് വില കൊടുത്തും നമ്മൾ ചികിത്സിക്കും. അവസാന ഘട്ടത്തിലാണെന്ന് അറിഞ്ഞാലും ലക്ഷങ്ങൾ ചെലവഴിച്ച് നമ്മൾ ചികിത്സിക്കും. എന്താ? അയാൾ മരിച്ചാലും നമുക്ക് സമാധാനിക്കാൻ. എന്താ സമാധാനം? എന്റെ ബാധ്യത നിർവഹിച്ചല്ലോ, ഞാൻ ചികിത്സിക്കാതെ അയാൾ മരിച്ചുപോയി, എനിക്ക് സങ്കടപ്പെടുന്നല്ലോ, ഞാൻ വേണ്ടത് വേണ്ട സമയത്ത് ചെയ്തിട്ടുണ്ട്, ചികിത്സിച്ചിട്ടുണ്ട്. പലരെയും കടക്കണിയിൽ അകപ്പെട്ട് പ്രയാസപ്പെടുമ്പോൾ ധനസഹായം ചെയ്തുകൊണ്ട് നമ്മൾ ചെലവഴിക്കാറുണ്ട്. പക്ഷെ അയാൾക്ക് ഉപകാരപ്പെടാതെ പോകാറുണ്ട്. എന്നാലും നമുക്കെന്താ നമ്മുടെ മനസ്സിൽ സമാധാനം? ഞാൻ എന്റെ ബാധ്യത നിർവഹിച്ചല്ലോ, ചെയ്യേണ്ടത് ഞാൻ ചെയ്തല്ലോ. ചെയ്യേണ്ടത് ചെയ്യാതെ വിളിച്ചിട്ട് കാര്യമില്ല. ചെയ്യേണ്ടത് ചെയ്യണം. ചെയ്യേണ്ടത് ചെയ്താലും ചിലപ്പോ എത്ര വലിയവന്മാരുടെ മക്കളും പഴച്ചുപോയി എന്ന് വന്നേക്കാം, ആർക്കും സംഭവിക്കാം. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം കൃത്യമായി തന്റെ ബാധ്യത നിർവഹിച്ച പ്രവാചകനാണ്. 950 കൊല്ലം ഒരു സൊസൈറ്റിയിൽ, ഒരു സമുദായത്തിൽ, ഒരു സമൂഹത്തിൽ ശക്തമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ബോധവൽക്കരണം നടത്തിയിട്ട് സ്വന്തം മകനെ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. ശരിയാണ്. പക്ഷെ അതുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാം കുറ്റക്കാരനാവുന്നില്ല. മഹാനവരുകൾക്ക് സംതൃപ്തിയുണ്ട്. അവസാന സമയത്തും ബാധ്യത നിർവഹിച്ചിട്ടുണ്ട്. മുങ്ങിച്ചാകാൻ പോകുന്ന നേരത്ത് പോലും ബാധ്യത നിർവഹിച്ച പ്രവാചകനാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. കപ്പലിൽ കയറിക്കൊണ്ട് രക്ഷപ്പെടുമ്പോ മകൻ മുങ്ങിച്ചാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവസരത്തിലും ബാപ്പ എന്ന വികാരം നിലനിർത്തിക്കൊണ്ടും തന്റെ ദഅവത്ത് നടത്തി. മോനെ, മോനെ, യാ ബുനയ്യ, കുഞ്ഞു മോനെ, ഇർകം മഅന, കേറ് കപ്പലിൽ കേറ്. മോൻ മുങ്ങല്ലേ, മോൻ നശിക്കല്ലേ, മോൻ തകരല്ലേ, മോൻ നരകത്തിലേക്ക് പോകല്ലേ, ഞങ്ങളുടെ കൂടെ കയറിക്കോ, രക്ഷപ്പെട്ടോ മോനെ, ഇർകം മഅന, ഇർകം മഅന, വലാ തകും മഅൽ കാഫിരീൻ. കാഫിറുകളുടെ കൂട്ടത്തിലായി പോകില്ല. അവൻ കേട്ടില്ല, അവൻ അംഗീകരിച്ചില്ല. അതുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാമിന് വല്ല പ്രശ്നമില്ല, ഒന്നുമില്ല. പക്ഷെ അവസാനം വരെയും ബാധ്യത നിർവഹിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബാധ്യത നിർവഹണത്തിൽ വളരെയേറെ മുന്നേറിയിട്ടുണ്ട്. അതെ, പക്ഷെ ബാപ്പനെ നന്നാക്കാൻ പറ്റിയില്ല. യാ ബത്തി എന്ന സ്നേഹത്തിന്റെ ഭാഷയിൽ 4 തവണ ആഴത്തിൽ നിങ്ങൾ കേട്ടില്ലേ? പറഞ്ഞു നോക്കി, നന്നായില്ല. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സമാധാനം എന്താ? ഞാൻ എന്റെ ബാധ്യത നിർവഹിച്ചിട്ടുണ്ടല്ലോ.
ബാധ്യത നിർവഹിച്ചിട്ടുണ്ടല്ലോ. സമാധാനമുണ്ട്. ഹിദായത്ത് കൊടുക്കേണ്ടവൻ അള്ളയാണ്. അത് പ്രവാചകന്മാരുടെ മക്കളായാലും ബാപ്പയായാലും ഹിദായത്ത് കൊടുക്കാൻ അവർക്ക് കഴിയില്ല. അത് കൊടുക്കേണ്ടവൻ അള്ളയാണ്. അത് കൊടുക്കേണ്ടവൻ അള്ളയാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെയും നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ഭാര്യമാർക്ക് ഈ സന്ദേശം എത്തിക്കാൻ അവർക്ക് സാധിച്ചില്ല. എത്തിച്ചു, അവര് നന്നായില്ല. ആദർശ രംഗത്തെ ആ രണ്ട് ഭാര്യമാരും ആ രണ്ട് മഹാന്മാരായ പ്രവാചകന്മാരോട് വഞ്ചനയാണ് കാണിച്ചത്. അതുകൊണ്ട് നരകത്തിൽ കിടക്കുന്നവരുടെ കൂടെ നിങ്ങളും കടന്നോളൂ എന്ന് പ്രവാചകന്മാരുടെ കിടപ്പറ പങ്കിട്ട രണ്ടാളുകളോടും ഞാൻ പറഞ്ഞു. അതേ ബാഹുത്തരം പറഞ്ഞു എന്നാണ് കൂടാൻ പറയുന്നത്. പക്ഷെ അതുകൊണ്ട് ആ പ്രവാചകന്മാർക്ക് എന്താ ബാധ്യത നിർവഹിച്ചവരാണ്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഴൽ പോലെ ജീവിതത്തിൽ പിന്നാലെ നടന്ന അബൂ താലിബ് ബാധ്യത നിർവഹിച്ചില്ലേ? ബാധ്യത നിർവഹിച്ചു. അവസാനം വരെയും നിർവഹിച്ചു. മരിക്കാൻ കിടക്കുന്ന നേരത്ത് പോയിട്ട് പറഞ്ഞു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ യുഹാജ്ജു ലക ബിഹാ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു നോക്കാൻ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. ജീവിതത്തിന്റെ അവസാന നിമിഷം ചെലവഴിക്കുന്ന നേരത്തും ധാർമ്മികമായ തന്റെ ഉത്തരവാദിത്തം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു. അയാൾ നന്നായില്ല, അയാൾ കാഫിറായി മരിച്ചുപോയി. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബാധ്യത തീർന്നില്ലേ? എന്നിട്ട് പോലും അവിടത്തേക്ക് സങ്കടം തീരാഞ്ഞപ്പോഴാണ് ആയത്ത് ഇറക്കിയത്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹു യഹ്ദീ മൻ യശാ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ സന്മാർഗത്തിലാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല. അല്ലാഹു എത്രയവർ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കണം. പക്ഷേ എന്ത് ചെയ്യണം? ഓരോരുത്തരും അവരവരുടെ ബാധ്യത നിർവഹിച്ചോളണം. വീട്ടിലെ ഭക്ഷണകാര്യം, വീട്ടിലെ കുടുംബാംഗങ്ങളുടെ ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും പാർപ്പിടത്തിന്റെയും ചികിത്സയുടെയും കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കേണ്ടവനല്ല കുടുംബത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ. അവരുടെ ധാർമ്മിക നിലവാരം അടിക്കടി അളന്നുകൊണ്ടിരിക്കണം. അവരുടെ ധാർമ്മികമായ നിലവാരത്തെ കുറിച്ച് അടിക്കടി പരിശോധന നടത്തിക്കൊണ്ടിരിക്കണം. ആ ബാധ്യത നമുക്കുണ്ട്. ഇതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇതിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും ആരും രക്ഷപ്പെടൂല. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്നും സമൂഹത്തിൽ ബോധവൽക്കരണങ്ങൾ നടക്കുന്നുണ്ട്. ലോകത്ത് നടക്കും. ലോകത്ത് നിന്ന് ദഅവത്തൊന്നും കുറ്റിയറ്റു പോകുമെന്ന് ആരും സ്വപ്നം കാണണ്ട. ഇസ്ലാമൊന്നും എവിടെയും തകരൂല. ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും. എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു സമൂഹം എപ്പോഴും ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് ശരിയായ അതിന്റെ സലഫു സാലിഹികൾ മനസ്സിലാക്കിയ വ്യാഖ്യാന സഹിതം ഈ സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന ഒരു ടീം എന്റെ ഉമ്മത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അവരെ ആര് എന്ത് പേര് വിളിച്ച് പരിഹസിച്ചാലും അപഹസിച്ചാലുമൊന്നും അവരവരുടെ ദൗത്യത്തിൽ നിന്ന് പിന്മാറുകയില്ല. പക്ഷേ അത്തരക്കാരുടെ വേദികളിലേക്ക് നിങ്ങളെ എത്തിപ്പെടാനുള്ള അവസരം നിങ്ങൾ ഒരുക്കുന്നുണ്ടോ? ബാധ്യത അവിടെയാണ്. ആ ബാധ്യത നിർവഹിച്ചിട്ട് വേണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ. നമ്മൾ മനസ്സിലാക്കണം, ആ ബാധ്യതകൾ നിർവഹിക്കപ്പെടണം. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതാണ് അല്ലാഹു തആല ആവശ്യപ്പെട്ടത്. പരലോകത്തെത്തിയിട്ട് നരകത്തിലേക്ക് വാപ്പയാടുമ്പോ മകൻ ചാടുമ്പോ രക്ഷപ്പെടുത്താനല്ലല്ലോ നാറാന്ന് പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഒക്കെ നരകത്തിയിൽ നിന്ന് രക്ഷിക്കണേ എന്ന് അല്ലാഹു പറഞ്ഞത് പരലോകത്ത് നരകം കാണുമ്പോ ചെയ്യാനുള്ള പ്രതിവിധിയാണോ? അവിടെ നടക്കുമോ? അവിടെ നടക്കൂല. അത് ഇവിടുന്ന് ചെയ്യാനുള്ള കാര്യമാണ് പറഞ്ഞത്. ഇവിടുന്ന് ചെയ്യാനുള്ള പണിയാണ്. ആ ബാധ്യതകൾ ഓരോരുത്തരും നിർവഹിച്ചിട്ടില്ലെങ്കിൽ വിരൽ കടിക്കും. ഇൽമുകൾ ആളുകൾക്ക് ഉപകാരപ്പെടുന്നത് തന്നെയും ഉത്ബോധനം കേട്ടാൽ തന്നെയും 3 തരക്കാരുണ്ടെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലു മാ ബഅസനില്ലാഹു ബിഹി മിനൽ ഹുദാ വൽ ഇൽമി കമസലിൽ ഗൈസിൽ കസീർ. ശക്തമായ പേമാരിയോടാണ് ഇസ്ലാമികൾ ഇൽമിനെയും ഹിദായത്തിനെയും സന്മാർഗത്തെയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരിച്ചത്. ആ മഴ കിട്ടുമ്പോൾ ചില ഭൂമികളുണ്ട്, നല്ല ഫലഭൂയിഷ്ടമായ മണ്ണുള്ള ഭൂമികളിലേക്ക് മഴ കിട്ടിയാൽ ആ മഴ വെള്ളത്തെ അത് സ്വീകരിക്കും. അതിൽ നിന്ന് സസ്യലതാദികൾ ഉത്പാദിപ്പിക്കും. ജന്തുക്കൾക്കും മനുഷ്യർക്കുമൊക്കെ ഉപകാരപ്രദമായ നിലക്കുള്ള മരങ്ങളും സസ്യങ്ങളും ഫലങ്ങളും അതുപോലെ തന്നെ പലതും അതിൽ നിന്ന് പുറത്തേക്ക് വരും. അതോടൊപ്പം വേറൊരു കൂട്ടം ആളുകളുണ്ട്, അവരതിൽ നിന്ന് ധാരാളമായി ഉൾക്കൊള്ളും. മറ്റുള്ളവർക്ക് ഒരുപാട് പ്രയോജനങ്ങൾ അവർ നൽകും. അവരും കുടിക്കും, മറ്റുള്ളവരെ കുടിപ്പിക്കും, കൃഷി നടത്തും. വേറെ ചില മണ്ണുകളുണ്ട്, ആ മണ്ണുകൾ കമഴ്ത്തി വെച്ച കുടം പോലെ, കലം പോലെ. ആ മഴ കിട്ടുന്നത് വേറെ ചില മണ്ണുകൾ നിലങ്ങളാണ്.
തരിശു നിലങ്ങളാണ്. ആ വെള്ളത്തെ സ്വീകരിക്കൂല, ഒന്നും പുറത്ത് ഉൽപ്പാദിപ്പിക്കൂല. അയാളൊന്നും നന്നാവില്ല, മറ്റുള്ളവരും നന്നാവില്ല. ഇങ്ങനെ പല രൂപത്തിലുള്ള ആളുകളുണ്ട് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അറിവ് കേട്ടാൽ തന്നെയുള്ള വ്യത്യാസങ്ങളായി പറയുന്നു. അറിവ് കേട്ടാൽ തന്നെയും അതനുസരിച്ച് ഉൾക്കൊള്ളുന്നവരും പ്രവർത്തിക്കുന്നവരും അതിനെക്കുറിച്ച് നന്നായി കൂടുതൽ ഗവേഷണം നടത്തുന്നവരും പഠിക്കുന്നവരും ചിന്തിക്കുന്നവരും പകർന്നു കൊടുക്കുന്നവരും ഒക്കെയുണ്ട്. തീരെ അതിനെ പരിഗണിക്കാത്തവരുണ്ട്. അതൊക്കെ ലോകത്ത് സ്വാഭാവികമാണ്. ഒരു മഴ വരുന്ന സ്ഥലത്ത് കിട്ടിയാൽ ആ മഴ കൊണ്ട് ഉപകാരം കിട്ടുന്ന മണ്ണുണ്ട്, ഉപകാരം കിട്ടാത്ത മണ്ണുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. പക്ഷെ അതുകൊണ്ട് മഴ ഇവിടെ അള്ളാഹ് തരാതിരിക്കുന്നില്ല. ഇതുപോലെയാണ് ഇൽമ്. മസലുമാ ബഅസനില്ലാഹു, അള്ളാഹ് എന്നെ നിയോഗിച്ചിട്ടുള്ള ഇൽമിന്റെയും ഹുദയുടെയും ഉദാഹരണം ഈ മഴയോടാവും ഉപയോഗിച്ചത്. മഴ ഇവിടെ കിട്ടിക്കൊണ്ടേയിരിക്കണം, ഉത്ബോധനം ഇവിടെ കിട്ടിക്കൊണ്ടേയിരിക്കണം. അത്തരത്തിലുള്ള വേദികളിലേക്ക് എത്തേണ്ടവരെ എത്തിക്കുകയും എത്തേണ്ടവരെ എത്തുകയും വേണം. ഉപകാരം കിട്ടൂല്ലേ, അതൊന്ന് തീരുമാനിക്കണം. പ്രവാചകന്മാർ പോലും ആ മഴ ഹൃദയങ്ങളിലേക്ക് ചൊരിഞ്ഞു കൊടുത്തിട്ട് ഏശാത്ത കൽബുകളുണ്ട്. അതാണ് നമ്മൾ ഉദാഹരണങ്ങൾ കേട്ടത്. അതുകൊണ്ട് എന്ത് വേണം? ഓരോരുത്തരും അവരവരുടെ ബാധ്യത നിർവഹിക്കണം. തന്റെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടത് ദുനിയാവിൽ വെച്ച് ചെയ്യേണ്ടതുണ്ട്. അതിന് ശക്തമായ ബോധവൽക്കരണവും പഠനവും ഉത്ബോധനങ്ങളും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ് അനിവാര്യമായിട്ടുള്ളത്. അല്ലാഹു ഹുദയും ഇൽമുമൊക്കെ സ്വീകരിച്ച് അതനുസരിച്ച് പ്രവൃത്തി രംഗത്ത് കൊണ്ടുവരുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഉത്ബോധനങ്ങളോട് തുറന്നിരിഞ്ഞു നിന്നുകൊണ്ട് ധിക്കാരികളും അഹങ്കാരികളുമായി വഴിമാറി പോകുന്ന എമ്മാണി കൂട്ടങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد فاتقوا الله عباد الله. അല്ലാഹുവേ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നിസ്കാരാനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളും ദുആകളും ധാരാളം ആളുകൾ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്നതായി അനുഭവപ്പെടുകയാണ്. അത് ജുമാ നിസ്കാരം കഴിഞ്ഞാലും ഫർദ് നിസ്കാരം കഴിഞ്ഞാലും ഒക്കെ ദിക്റുകൾ ചൊല്ലി പൂർത്തിയാകുന്നതിന്റെ മുമ്പ് ആളുകൾ എഴുന്നേറ്റ് നിസ്കാരത്തിന്റെ സുന്നത്ത് നിസ്കാരത്തിന് വേണ്ടി ധൃതിപ്പെടുന്നത് കാണുമ്പോൾ സഹോദരങ്ങളെ, ഇതിന്റെ പുണ്യവും പ്രാധാന്യവും അറിയാത്തത് കൊണ്ടാണോ എന്ന് ശങ്കിച്ചു പോവുകയാണ്. ഏതാനും മിനിറ്റുകളുടെ മാത്രം വ്യത്യാസത്തിന് നമ്മൾ ഒഴിവാക്കിയിട്ട് നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ എഴുന്നേറ്റ് പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ സബ്ബഹല്ലാഹ ഫീ ദുബുരി കുല്ലി സ്വലാത്ത്, എല്ലാ നിസ്കാരങ്ങളുടെയും പിറകെ ആരെങ്കിലും സുബ്ഹാനല്ലാഹ് എന്ന 33 തവണയും അൽഹംദുലില്ലാഹ് എന്ന 33 തവണയും അല്ലാഹു അക്ബർ എന്ന 33 തവണയും ഫഖാല തമാമൽ മിഅ, 100 തികക്കുന്നതിന്റെ ഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നും പറഞ്ഞാൽ ഗുഫിറത് ഖതായാഹു വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. ഗുഫിറത് ഖതായാഹു, അവന്റെ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും. അവന്റെ ചെറു ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. സമുദ്രത്തിലെ നുരയോളം സമാനമായ ചെറുദോഷങ്ങൾ ഉണ്ടെങ്കിലും കടലിലെ നുര എണ്ണാൻ കഴിയും, അതിന് അളവുണ്ടോ? അത്രത്തോളം ചെറുദോഷങ്ങൾ ഉണ്ടെങ്കിലും സ്ഥിരമായി എല്ലാ നിസ്കാരങ്ങളുടെയും പിറകെ ഈ ദിക്റുകളുടെ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുന്നവന്റെ ചെറുദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. പാപമോചനത്തിന് ആശിക്കുന്ന സഹോദരങ്ങളെ, വളരെ അനിവാര്യമായ തിരക്കുണ്ടെങ്കിൽ അല്ലാതെ നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് തിരക്കൂട്ടി നിങ്ങൾ പോണ്ട. പെട്ടെന്ന് സുന്നത്ത് നീങ്ങണ്ട. ദിക്റുകൾ പൂർത്തിയാക്കൂ. നമ്മുടെ മനസ്സിൽ വേണ്ടാത്ത തിരക്ക് തോന്നിപ്പിക്കുന്നത് ശൈത്താനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അടുത്ത വാചകം ശ്രദ്ധിച്ചു. ഖസ്ലതാനി, 2 കാര്യങ്ങൾ ലാ യുഹാഫിദു അലൈഹിമാ അബ്ദുൽ മുസ്ലിമുൻ, ഒരു മുസ്ലിമായ അടിമയും അവൻ നിലനിർത്തിപ്പോരുന്നുണ്ടെങ്കിൽ ഇല്ലാ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ കടക്കാതിരിക്കില്ല.
പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ ഒരു മുസ്ലിമായ അടിമ സൂക്ഷ്മതയോടെ എന്നും നിലനിർത്തുന്നുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കില്ല. ഒന്നാമത്തെ കാര്യം. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞൊരു വാചകം കൂടെ കേട്ടോളൂ, ഹുമാ യസീർ. ആ രണ്ട് കാര്യവും ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ വമൻ യഅമലു ബിഹിമാ ഖലീൽ, അത് രണ്ടും ശരിക്ക് നിലനിർത്തി പോകുന്നവരെ വളരെ കുറവാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മനസ്സിലേക്ക് ഓരോരുത്തരും ചോദ്യങ്ങൾ എറിയുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യം പറഞ്ഞാ, ഒന്ന് നിസ്കാര ശേഷമുള്ള സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹ്, പിന്നൊന്നോ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹ്. ഇത് രണ്ടും പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു. ഉടനെ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കൈഫ ഹുമാ യസീറുൻ വമൻ യഅമലു ബിഹിമാ ഖലീൽ? എന്താ നബിയെ നിങ്ങൾ അത് ചെയ്യാൻ വളരെ എളുപ്പമാണ്, ചെയ്യുന്നവര് വളരെ കുറവാണ് പറയാൻ എന്താ കാരണം? നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅതി യഹദകും ശൈത്താൻ, ശൈത്താൻ നിങ്ങളെ സമീപിക്കും. ഫീ മനാമിഹി, അവർ ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ ശൈത്താൻ അവരെ സമീപിച്ചിട്ട് ഫയുനവ്വിമുഹു ഖബ്ല അൻ യഖൂലഹു, ഇത് പറയുന്നതിന് മുമ്പേ ഉറക്കിക്കളയും. ഇത് പറയുന്നതിന് മുമ്പേ ഉറക്കിക്കളയും. ശൈത്താൻ വിജയിച്ചു, അവിടെ വിജയിച്ചു, തീർന്നില്ല. വയഅതീഹി ഫീ സ്വലാത്തിഹി ഫയുദക്കിറുഹു ഹാജതൻ ഖബ്ല അൻ യഖൂലഹാ, നിസ്കാരം ഇങ്ങനെ തീരാൻ നേരത്ത് ശൈത്താന്റെ അടുത്ത് വരും. തഹിയ്യാത്ത് തീരാൻ പോകും, സലാം വീട്ടിന്റെ അടുത്ത് എത്തിയിട്ടില്ല. അപ്പൊ ശൈത്താൻ അവന്റെ മനസ്സിൽ ഫയുദക്കിറുഹു ഹാജതൻ, അവന്റെ മനസ്സിൽ എന്തോ ഒരു ഹാജത്താണ് തോന്നിപ്പിക്കാൻ. പെട്ടെന്ന് പോകണം, ഭയങ്കര തിരക്ക. അത് പറയുന്നതിന് മുമ്പ് നിന്നെ അവിടുന്ന് എഴുന്നേൽപ്പിച്ചു. ഇത് രണ്ടും ആ ചെയ്യുന്നവർ വളരെ കുറവാന്ന് പറയുന്നതാണ്. ശൈത്താൻ രണ്ട് നേരത്തും ഇടപെടും, ചെയ്യാതെ ഉറക്കിക്കളയും. നിസ്കാരത്തിന്റെ ശേഷം എന്തെങ്കിലും ആവശ്യമില്ലാത്തൊരു തിരക്കാണ് തോന്നിപ്പിക്കുന്നത്. ഇപ്പൊ പെട്ടെന്ന് വേറെ നീട്ടി നമ്മൾ പറഞ്ഞ് വേറെ നീട്ടി സുഖാനത് ഒന്നും പറയാതെ സുന്നത്തിസ്കരിക്കാൻ കാര്യം പോവുകയാണ്. എന്നിട്ടോ ഇതിങ്ങനെ പോകുന്നോടത്തൊക്കെ ഇങ്ങനെ തിരക്കുണ്ടാവും. അവന്റെ ഇവിടെ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ കഴിയാത്തവൻ പുറത്തവൻ 5, 10, 15, 20 അരമണിക്കൂർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവിടെ വെച്ചൊന്നും പിന്നെ ഇത് ചെയ്യാൻ ശൈത്താൻ തോന്നിപ്പിക്കൂല, കാരണം ഇതിന്റെ ടൈം കൂടെ പോയില്ലേ. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മകളുടെ വഴിമുടക്കിയാണ് ശൈത്താൻ, നന്മകളിൽ നിന്ന് പിന്തിരിപ്പിക്കലാണ് ശൈത്താനേറ്റ ഡ്യൂട്ടി. നാം വളരെ ഗൗരവത്തോടെ കാണണം. അതുകൊണ്ട് നിസ്കാര ശേഷം ആരും തിരക്ക് കൂട്ടി എഴുന്നേറ്റ് പോവുകയോ സുന്നത്തിന്റെ ജീവിതത്തിൽ ദിക്റുകൾ പൂർത്തിയാക്കുക. ലാ തദഅന്ന ഫീ ദുബരി കുല്ലി സ്വലാ യാ മുആദ്, മുആദേ മുആദേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയോട് പറയാ, മുആദേ ലാ തദഅ ഫീ ദുബരി കുല്ലി സ്വലാ, നിന്റെ എല്ലാ നിസ്കാരത്തിന്റെയും പിറകെ നീ വിട്ടുപോകരുതേ, പറയാൻ വിട്ടുപോകരുതേ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വസിയത്താണ്. ആ സ്വഹാബത്തൊന്നും അത് കേട്ടതിന് ശേഷം മരിക്കോളം പിന്നെ അത് ഒഴിവാക്കിയില്ല. എന്ത് കേട്ടാലും അതിനാണ് ജീവിതത്തിലാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കേൾക്കുന്ന ഇൽമ് ഫലപ്പെടട്ടെ. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണം, ആ മഴ പെയ്തതുപോലെ പിടിച്ചെടുക്കൂ, ആ വെള്ളം പുറത്തേക്ക് വരട്ടെ, ഫലങ്ങൾ ഉണ്ടാകട്ടെ. ഒന്നുമില്ലാത്ത പാറപ്പുറത്തേക്ക് വെള്ളം ഒഴിച്ചതുപോലെ ആവരുത്. പാറമ്മ വെള്ളം കൊണ്ട് ഒരു കാര്യമില്ല, അങ്ങനെ ആവരുത്. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. കേൾക്കുന്ന ഇൽമുകളും പറയുന്ന ഇൽമുകളും അനുസരിച്ചുകൊണ്ട് പ്രവൃത്തിയെ നന്നാക്കി അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനം നേടുന്ന നല്ലവരിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വേണ്ടുന്നത് വേണ്ട സമയത്ത് ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ സാമീപ്യം നേടുന്ന നല്ലവരിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. എല്ലാ രംഗത്തും അല്ലാഹുവിന്റെ എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും നമ്മിൽ അവൻ വർഷിച്ചുകൊണ്ടിരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا واجر والدينا من النار. اللهم ارحم شيوخ الامارات الذين انتقلوا الى رحمتك. اللهم وفق ولاة
وأمرنا لما تحبه وترضى. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن. اللهم ربنا تقبل منا إنك أنت السميع العليم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين. الحمد لله رب العالمين.